യെസ് ഹലോ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും ന്യൂട്ടൺസിന്റെ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. മിസ് വന്നിരിക്കുന്നത് നമ്മുടെ ജോമെട്രി ആൻഡ് ആൾജിബ്ര, ജ്യാമിതിയും ബീജഗണിതം എന്ന് പറയുന്ന പാഠത്തിലെ സെക്കൻഡ് പാർട്ടായിട്ടാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഓടിപ്പോയൊന്ന് കണ്ട് പഠിച്ചിട്ട് വേണം ഇവിടേക്ക് വരാനായിട്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പാർട്ടിൽ നമ്മള് പാരലലോഗ്രാം, മിഡ് പോയിന്റ്, അതുപോലെ തന്നെ റേഷ്യോസ്, ഈ 3 ടോപ്പിക്കുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ആൻഡ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈൻ മാത്തും സ്ലോപ്പ് ചരിവുമാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നേരെ തന്നെ സ്റ്റാർട്ട് ചെയ്താലോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്, ഒരു ലൈനില് അല്ലെങ്കിൽ ഒരു വരയില് ഒരു 2 കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മളോട് പറയും 2 പോയിന്റ്സ് ജോയിൻ ചെയ്ത് ഒരു ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ട്. ആ ലൈനിലെ മറ്റു പോയിന്റുകൾ, മറ്റു ബിന്ദുക്കൾ കണ്ടുപിടിക്കാനായിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. യെസ്, അപ്പോൾ മിസ് ഇവിടെ ഒരു ലൈൻ ജസ്റ്റ് ഒന്ന് വരക്കുന്നുണ്ട്, ഒരു ലൈൻ വരക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ? യെസ്, സ്ഥിരമായിട്ട് കൊടുക്കുന്ന പേര് തന്നെ കൊടുക്കാം, എ ബി. ഓക്കെ, എ എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് 1, 4 ആൻഡ് ബി എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് 5, 12. ഓക്കെ ആണല്ലോ? 2 പോയിന്റ്സ് ഞാൻ എന്താ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ വരുന്നത്, ഇതേ ലൈനിലെ വേറെ പോയിന്റ്സ് കണ്ടുപിടിക്കാം. ഓക്കെ, മിഡ് പോയിന്റ്സ് പഠിച്ച് നമ്മൾക്ക് അത് തന്നെ ഇവിടെയും അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം മിഡ് പോയിന്റ്, അതായത് എ ബി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ്, അല്ലെങ്കിൽ എ ബി എന്ന് പറയുന്ന വരയുടെ മിഡ് പോയിന്റ്, മധ്യബിന്ദു എന്ന് പറഞ്ഞാൽ അതേ വരയിലെ പോയിന്റ് തന്നെയല്ലേ, അതേ വരയിലെ ബിന്ദു തന്നെയല്ലേ? അങ്ങനെ ചെയ്താലും കറക്റ്റ് ആൻസർ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് കണ്ടുപിടിക്കേണ്ട ഒരു രീതിയുണ്ട്. നമുക്കപ്പോൾ അതിലൂടെ തന്നെ കണ്ടുപിടിച്ചാലോ? റെഡി? ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ആദ്യം തന്നെ ആ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് മിസ് ഒന്ന് എഴുതി വെക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെയാണല്ലോ, മാത്സിൽ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതണം. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റ് 1/4 ആൻഡ് ബി എന്ന് പറയുന്ന പോയിന്റ് എത്രയാണ്? 5/12. ഓക്കെ, 2 പോയിന്റ്സ് ഞാൻ ദാ ഇവിടെ എന്താണ് എഴുതിയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ആ റേഷ്യോസിലൊക്കെ ചെയ്തിലിട സെയിം തന്നെയാണ് ഇവിടെ വരുന്നത്. ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ്. എന്താണ് ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ്? അതായത് എക്സിൻ്റെ ചേഞ്ച് ആണ് നമ്മൾ എഴുതുന്നത്. അതായത് നോക്കിക്കേ, എക്സ് എന്ന് പറയുന്നത് 1 എന്നുള്ളത് എത്രയായി? 5 ആയി അല്ലേ? 1 എന്നുള്ളത് എക്സ് 5 ആയി. അപ്പോൾ അവരുടെ വ്യത്യാസം ചേഞ്ച് എന്ന് പറയുന്നത് 5 - 1, അതായത് 4 അല്ലേ ചേഞ്ച്? ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ, ഇനി നെക്സ്റ്റ് സ്വാഭാവികമായും ചേഞ്ച് ഇൻ ഏത് കോർഡിനേറ്റ് ആണ്? വൈ കോർഡിനേറ്റ്. വൈ കോർഡിനേറ്റ്, വൈയുടെ വ്യത്യാസം ദാ നോക്കാം, 4 എന്നുള്ളത് 12 ആയി അല്ലേ? അപ്പോൾ ചേഞ്ച് കണ്ടുപിടിക്കാൻ 12 നിന്ന് 4 മൈനസ് ചെയ്താൽ മതി അല്ലേ? 12 - 4 ദാറ്റ് ഈസ് എത്ര വന്നു? 8 വന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലായല്ലോ? അപ്പോൾ ദാ നോക്കിക്കേ, ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ്, 2 ബിന്ദുക്കൾ തന്നിട്ടുണ്ട് അല്ലേ? 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഈ 2 പോയിന്റ്സിലെയും യോജിപ്പിച്ചപ്പോൾ എനിക്ക് എ ബി എന്ന് പറയുന്ന ഒരു വര കിട്ടി. ഈ വരയിലെ മറ്റു ബിന്ദുക്കൾ, മറ്റു പോയിന്റ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം എക്സിന്റെ ചേഞ്ച് കണ്ടുപിടിക്കണം. എക്സ് എന്ന് പറയുന്നത് 1 എന്നുള്ളത് 5 ആയി, അവിടെ 4 ആണ് ഡിഫറൻസ് വരുന്നത്. 5 - 1 ചെയ്തു. ഇനി വൈയുടെ വ്യത്യാസം 4 എന്നുള്ളത് 12 ആയി, അപ്പോൾ 12 - 4 ചെയ്താൽ അവരുടെ വ്യത്യാസം 8 എന്നും വന്നു. ഓക്കെ ആണല്ലോ? ഇവിടെ നോക്കിക്കേ, ഇവർ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? 4ന്റെ ഇരട്ടി അല്ലേ 8 എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് എന്താണ്? എക്സിന്റെ അല്ലെ, എക്സ് എത്രയാണോ കൂടിയത്, എക്സ് 4 ആണ് കൂടിയതെങ്കിൽ വൈ എന്ന് പറയുന്നത് 4ന്റെ ഇരട്ടി കൂടി, അവന്റെ ഡബിൾ ആണ് അവിടെ ആഡ് ചെയ്തത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അതായത് 4ന്റെ ഡബിൾ ആണ് എന്ത് വന്നത്? ഡബിൾ ഇരട്ടിയാണ് 8. അതായത് ഇതിൽ നിന്നും, ഈ 2 ബിന്ദുക്കളിൽ നിന്നും ഞാനൊരു ഇഷ്ടമുള്ളൊരു ബിന്ദു എടുക്കാൻ പോകുന്നു. ഇപ്പോൾ 1, 4, എ എന്ന് പറയുന്ന 1, 4 എടുത്തു. ഓക്കെ ആണല്ലോ? എക്സ് എത്രയാണോ കൂട്ടുന്നത് അതിൻ്റെ ഇരട്ടി എത്ര കൂട്ടണം? വൈ കൂട്ടണം. ക്ലിയർ ആണ്? ഓക്കെ ആണ്? അപ്പോൾ ഞാൻ ഇഷ്ടമുള്ളൊരു നമ്പർ എടുക്കുവാണ്. എക്സിന് ഞാനിപ്പോൾ ഒരു എത്രയാണ്? 2 അല്ല, വേണ്ട, 6 കൂട്ടി ഇരുന്നോട്ടെ. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് 6 കൂട്ടിയാൽ വൈ എന്ന് പറയുന്നത് എത്ര കൂട്ടണം? 6ന്റെ ഇരട്ടി 12 കൂട്ടണം. ക്ലിയർ ആണ്? ഓക്കെ ആണ്? അതായത് എക്സ് എത്രയാണോ നമ്മൾ എടുക്കുന്നത്, ഇഷ്ടമുള്ള നമ്പർ എടുക്കാം, എക്സ് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വേണം വൈയിൽ നിന്നും ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ 1 + 6 എത്രയാണ്? 7 ആൻഡ് 4 + എത്രയാണ്? 12, 16 എന്ന് വന്നു. ഈ 7, 16 എന്ന് പറയുന്നത് ഈ ഒരു വരയിലെ, ഈ ഒരു വര നീട്ടിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതിലൊരു പോയിന്റ് ആയിരിക്കും, അതിലൊരു ബിന്ദു ആയിരിക്കും. വേറെ ഒന്നുകൂടി കണ്ടുപിടിക്കാം. 1, 4ന്റെ കൂടെ തന്നെ 1, 4ന്റെ കൂടെ തന്നെ 1ന്റെ കൂടെ മിസ് ഇപ്പോൾ ഒരു 3 കൂട്ടി.
എക്സ് എത്രയാണോ കൂട്ടുന്നത് അതിന്റെ ഇരട്ടി y കൂട്ടണം അല്ലെ. എക്സ് 3 കൂട്ടിയാൽ അതിന്റെ ഇരട്ടി എത്രയാണ്? 3ന്റെ ഇരട്ടി 6 കൂട്ടണം. മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പൊ ദാ നമുക്ക് നോക്കാം. 1 + 3 4 ആൻഡ് 4 + 6 എത്ര വന്നു? 10. 4/10 എന്ന് പറയുന്നതും ഈ ഒരു ലൈനിലെ ബിന്ദുവാണ്, പോയിന്റ് ആണ്. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള അത്രയും പോയിന്റ്സ് ഈ വരയിലെ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും മിസ്സേ 1 4 കൂടെ മാത്രം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ? ഇല്ല കേട്ടോ. 5 12ന്റെ കൂടെയും നമുക്ക് ഇതേ രീതിയിൽ ഇഷ്ടമുള്ള നമ്പേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം. എക്സ് എത്രയാണോ കൂട്ടുന്നത് അതിന്റെ ഇരട്ടി ആയിരിക്കണം y കൂട്ടേണ്ടത്. കാരണം ഇവിടെ എക്സ് എത്രയാണോ കൂടിയത് അതിന്റെ ഇരട്ടി y കൂടിയിട്ടുണ്ട്. അത് കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള അത്രയും ബിന്ദുക്കൾ ഇവിടെ കണ്ടുപിടിക്കാൻ സാധിക്കും. സെറ്റ് അല്ലേ? ജസ്റ്റ് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ മാത്രമാണ് കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. എ ബി എന്ന് പറയുന്ന വരയുടെ മിഡ് പോയിന്റ്, മധ്യബിന്ദു. ഈ മിഡ് പോയിന്റും എ ബിയിലെ തന്നെ ഒരു ബിന്ദു അല്ലേ, പോയിന്റ് അല്ലേ? സോ അതുപോലെ നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. സ്റ്റാർട്ട് ചെയ്താലോടാ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് അതർ 2 പോയിന്റ്സ്. മിസ് ഒന്ന് വെള്ളം കുടിച്ചോട്ടെ. -1 4 ആൻഡ് 1 2. അതായത് രണ്ട് പോയിന്റ്സ് വന്നിട്ടുണ്ട്. -1 4 ആൻഡ് 1 2. ഈ 2 പോയിന്റ്സും ജോയിൻ ചെയ്തപ്പോൾ എനിക്കൊരു വര കിട്ടിയിട്ടുണ്ട്, ഒരു ലൈൻ കിട്ടിയിട്ടുണ്ട്. ആ ലൈനിലെ ഏതെങ്കിലും മറ്റ് 2 പോയിന്റ്സ് കണ്ടുപിടിക്കണം, വേറെ 2 ബിന്ദുക്കൾ കണ്ടുപിടിക്കണം. നമുക്കറിയാലോ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ ആണോ? സെറ്റ് ആണോ? അപ്പോൾ നിങ്ങൾ ചോദിക്കും മിഡ് പോയിന്റ് കണ്ടുപിടിച്ചാൽ പോരെ മിസ്സേ, അതേ ലൈനിലെ ബിന്ദു അല്ലേ? അങ്ങനെ ചെയ്താലും കറക്റ്റ് തന്നെ കേട്ടോ. മിഡ് പോയിന്റ് എന്ന് പറയുന്നതും ഈ ഒരു വരയുടെ മധ്യബിന്ദു എന്ന് പറഞ്ഞാലും ആ വരയിൽ തന്നെയുള്ള ബിന്ദു, അതിലെ തന്നെ പോയിന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് തൽക്കാലം അവിടെ നിന്നോട്ടെ. നമുക്ക് ലൈൻ മാത്തിന്റെ രീതിയിൽ തന്നെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ 2 പോയിന്റ്സ് അല്ല, 2 പോയിന്റ്സ് വന്നിട്ടുണ്ട്. നമുക്ക് സ്വാഭാവികമായും നമുക്ക് A B എന്ന് തന്നെ നമുക്ക് പേര് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ മിസ് ലൈൻ വെച്ചിട്ടുണ്ട്. എ എന്ന് പറയുന്നത് എത്രയായിരുന്നടാ? -1 4. ഓക്കെ, എ എന്ന് പറയുന്ന പോയിന്റ് -1 4 ആൻഡ് ബി എന്ന് പറയുന്ന പോയിന്റ് എത്രയായിരുന്നു? 1 2. 1 2. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമുക്ക് ആദ്യം ഒന്ന് ഇവന്മാരെ 2 പേരും ഒന്ന് എടുത്ത് എഴുതിയേക്കാം കേട്ടോ, എയും ബിയും. ഓക്കെ, എ എന്ന് പറയുന്നത് -1 4 ആൻഡ് ബി എന്ന് പറയുന്നത് 1 2. ഓക്കെ, ഇനി ആ ചേഞ്ചിങ് എക്സും ചേഞ്ചിങ് വൈയും നമുക്കൊന്ന് എഴുതി നോക്കാം. റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചേഞ്ചിങ് എക്സ് കോർഡിനേറ്റ്. എക്സിന്റെ വ്യത്യാസം ദാ നോക്കിക്കേ, 1 ആയി അല്ലേ? -1 ഉണ്ടായിരുന്നത് 1 ആയി. അതായത് ഇവരുടെ ചേഞ്ച് എന്ന് പറയുന്നത് 1 -1 അല്ലെ? ഈ 1ൽ നിന്നും -1 മൈനസ് ചെയ്താൽ മതി. ആ മൈനസ് എന്താകും? പ്ലസ് ആകും. അപ്പോൾ 1 + 1 2 എന്ന് വന്നു. ക്ലിയർ ആണല്ലോ? അതായത് -1ൽ നിന്നും 1ലേക്കായി. അതായത് -1 കഴിഞ്ഞാൽ 0 1. ചേഞ്ച് എത്രയാണ്? 2 തന്നെ. ഇങ്ങനെയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ് അല്ലെ? വൈയുടെ വ്യത്യാസം നോക്കാം. വൈയുടെ വ്യത്യാസം 2 - എത്രയാണ്? 4. 2 - 4 എത്ര വന്നു? -2. അതായത് 4 എന്നുള്ളത് 2 ആയി കുറയുകയാണ് അവിടെ ചെയ്തതല്ലേ? അതായത് ഇവിടെ എല്ലാവരും നോക്കിക്കേ, എക്സ് 2 കൂടിയപ്പോൾ y 2 കുറഞ്ഞു. അതായത് എക്സിൽ നമ്മൾ എത്രയാണോ കൂട്ടുന്നത് അതേ സംഖ്യ തന്നെ വൈയിൽ നിന്ന് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് ഇതിലെ ബിന്ദുക്കൾ പോയിന്റ്സ് വേറെ കിട്ടും. ഓക്കെ ആണല്ലോ? തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു പ്രത്യേകത? എക്സ് എത്രയാണോ കൂട്ടുന്നത് അവന്റെ ഇരട്ടി വൈ കൂട്ടണം അല്ലെ? ഡബിൾ ആണ് വന്നത്. ഇവിടെ സെയിം അളവ് തന്നെ അല്ലെ? സെയിം വ്യത്യാസമാണ്, പക്ഷെ 1 കൂടിയപ്പോൾ അതേ അളവ് വൈയിൽ നിന്ന് കുറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതേ ലൈനിലെ കുറച്ച് ബിന്ദുക്കൾ അല്ലെ, ബാക്കി 2 പോയിന്റ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടുപിടിച്ചാലോ? ഓക്കെ, വീണ്ടും മിസ് എ എന്ന് പറയുന്ന പോയിന്റ് തന്നെയാണ് എടുക്കുന്നത്. -1 4 1 2 എടുക്കാം. ഈ ഒരു ബിന്ദുവിലെ ഏത് പോയിന്റ് എടുത്തിട്ട് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ മിസ് ഇപ്പോൾ ഇതിൻ്റെ കൂടെ -1ന്റെ കൂടെ 1 കൂട്ടി. ഓക്കെ, എക്സ് എത്രയാണോ കൂട്ടുന്നത് അതെന്തിന്ന് കുറയ്ക്കണം? വൈന്ന് കുറയ്ക്കണം. -1 കുറയ്ക്കണം. അതല്ലേ ഇവിടെ സംഭവിച്ചത്? 2 കൂടിയപ്പോൾ y 2 കുറഞ്ഞു. ഇവിടെ 1 കൂട്ടിയപ്പോൾ അല്ലെ, എക്സ് 1 കൂട്ടിയപ്പോൾ y എത്ര കുറയ്ക്കണം? 1 കുറയ്ക്കണം. സിമ്പിൾ. അപ്പോൾ ഞാൻ നോക്കിക്കേ,
-1 + 1 എന്തായി പോയി? 0. നെഗറ്റീവ് നമ്പേഴ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി 4 - 1 എത്രയാടാ? 3. ഇത് നെഗറ്റീവ് നമ്പേഴ്സിലല്ലേ അല്ലേ? ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിട്ടുണ്ട്. കൂട്ടാനും കുറയ്ക്കാനൊക്കെ അറിയാമല്ലോ. അതെ, സിമ്പിൾ. ഒരു പോയിന്റ് കൂടി കണ്ടുപിടിക്കാം. -1 4. ഇപ്പോൾ 2 1 എടുക്കണമെങ്കിൽ 1 2 എടുക്കണമെങ്കിൽ 1 2 എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ നെഗറ്റീവ് കുറച്ച് പ്രശ്നമാണ് മിസ്സേ, ചിലപ്പോൾ തെറ്റിയാലൊന്ന് പേടിയുണ്ട്. എന്നാൽ 1 2 ഇതുപോലെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്താൽ മതിയിട്ട് ഒരു കുഴപ്പവുമില്ല. ഓക്കെ, അപ്പം -1 4. ഞാനിപ്പോൾ -1ന്റെ കൂടെ 4 കൂട്ടിയാൽ അതേ 4 എന്തിൽ നിന്ന് കുറയ്ക്കണം? വൈന്ന് കുറയ്ക്കണം. ഓക്കെ, -1 + 4 എത്രയാണ്? -1 + 4 രണ്ടും വേറെ വേറെ ചിഹ്നം വന്നാൽ വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടണം. അതായത് 3 4 - 4 എത്ര വന്നു? 0. സിമ്പിൾ. അപ്പോൾ വേറെ 2 പോയിന്റ്സ് കൂടി നമുക്ക് കണ്ടുപിടിച്ചില്ലേ? നല്ല നമ്പേഴ്സ് അല്ലേ? 0 3 3 0. സെറ്റ് അല്ലേ? ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിലാണ് എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഒരേ ലൈനിലെ വേറെ ബിന്ദുക്കൾ, വേറെ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? ഒരൊറ്റ പോയിന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വേണമെങ്കിൽ ഡയറക്റ്റ് നമുക്ക് മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം അല്ലെ? അതേ വരയിലുള്ള ഒരു പോയിന്റ് ആണ് അവന്റെ മിഡ് പോയിന്റ്, മധ്യബിന്ദു എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുപോലെയും കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ സെറ്റ് ആയല്ലോ. ഇനി ഈ ഒരു സെക്ഷനിലെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അതുകൂടി നമുക്ക് നോക്കിയേക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. 1 2 2 4 3 6. ഇവരെല്ലാവരും ഒരേ ലൈനിലാണോ? അതായത് ഞാനൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ 1 2 2 4 എവിടെ വേണമെങ്കിലും വരാട്ടോ, 3 6 ഇവരെല്ലാവരും ഒരേ ലൈനിൽ, ഇതേ ലൈനിൽ തന്നെയുള്ള ബിന്ദുക്കളാണോ, പോയിന്റ്സ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾക്കറിയാം. ആൻഡ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഫൈൻഡ് ദി കോർഡിനേറ്റ് ഓഫ് 2 other പോയിന്റ്സ് ഓൺ ദി സെയിം ലൈൻ. ഈ ഒരു പോയിന്റ് ഇതിൽ തന്നെയാണെങ്കിൽ 3 പോയിന്റ്സും ഒരേ വരയിലാണോ എന്ന് പ്രൂവ് ചെയ്തിട്ട് അതിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ അതേ ലൈനിലെ വേറെ 2 പോയിന്റ്സ് കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ 3 പേരും ഒരേ വരയിലാണെങ്കിൽ ഇവർ തമ്മിലുള്ള എക്സിന്റെ ചേഞ്ചും വൈയുടെ ചേഞ്ചും, എക്സിന്റെ വ്യത്യാസം വൈയുടെ വ്യത്യാസം എല്ലാവരിലും സെയിം ആയിരിക്കണ്ടേ? എന്നാൽ തന്നെ നമുക്ക് പറയാം എന്താണ്, അവരെല്ലാവരും ഒരേ ലൈനിലാണെന്ന് പറയാം. ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പോയിന്റ്സിന് ABC എന്ന് പേര് കൊടുത്ത് ആ ലൈൻസ് ഒന്ന് വരച്ചേക്കാം. ഓക്കെ, മിസ് ഒരു ലൈൻ വരക്കുന്നുണ്ട്. ABC എന്ന് പറയുന്ന പോയിന്റ്സ് പേര് കൊടുത്തേക്കാം. AB C. A എന്ന് പറയുന്ന കോർഡിനേറ്റ് 1 2. ഓക്കെ, 1 2. B എന്ന് പറയുന്നത് 2 4 ആൻഡ് C എന്ന് പറയുന്നത് 3 6 അല്ലേ? ഒന്നുകൂടി ഒന്ന് നോക്കിയേക്കാം. 3 6 തന്നെയല്ലേ? ഓക്കെ, 3 6 തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ആളുകളുടെയും എക്സിന്റെ ചേഞ്ച് വൈയുടെ ചേഞ്ച് എടുത്ത് എഴുതാം. റെഡി അല്ലേ? ആദ്യം എയുടെയും ബിയുടെയും നോക്കാം. ഓക്കെ, അപ്പോൾ AB ഫസ്റ്റ് ABയുടെ ചേഞ്ച് ആണ് നോക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ A എന്ന് പറയുന്ന കോർഡിനേറ്റ് നോക്കാം. A എന്ന് പറയുന്നത് 1 2 ആൻഡ് ബി എന്ന് പറയുന്നത് എത്രയാണ്? 2 4. കുറച്ച് ഭംഗിയിലൊക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോന്നും എടുത്തൊക്കെ എഴുതുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇനി ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ് നോക്കാം. ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ്, എക്സിന്റെ വ്യത്യാസം എന്താണ്? ഇതാ നോക്കാം, 1 എന്നുള്ളത് 2 ആയി. അപ്പോൾ 2 - 1 ചെയ്താൽ മതി. 1 ആണ് ഇവരുടെ വ്യത്യാസം. 1 എന്നുള്ളത് 2 ആയി, അതായത് 1 കൂടി. ക്ലിയർ ആണോ? ഇനി അടുത്ത വൈയുടെ ചേഞ്ച് നോക്കാം. വൈ ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ്, വൈയുടെ വ്യത്യാസം 4 - 2. 4 - 2 എത്രയാണ്? 2. അതായത് ഇതാ നോക്കാം, എക്സ് 1 കൂടിയപ്പോൾ വൈ 2 കൂടി. അതായത് എത്ര? ഇരട്ടി, ഡബിൾ ആണ്. എക്സ് എത്രയാണോ കൂടിയത് അതിന്റെ ഇരട്ടിയാണ് വൈ കൂടിയത്. ഇത് തന്നെയാണോ ബാക്കി എല്ലാവരിലും എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ AB നമ്മൾക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് വൺ BC നോക്കാം കേട്ടോ. ഓക്കെ, BC എന്ന് പറയുന്ന കോർഡിനേറ്റ് എടുത്ത് എഴുതാം. 2 4 ആൻഡ് C എന്ന് പറയുന്ന കോർഡിനേറ്റ് 3 6. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കിയാലോ? എക്സിന്റെ ചേഞ്ച് വൈയുടെ ചേഞ്ച് സെയിം സ്റ്റെപ്പ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ്, 3 - 2 അല്ലെ? 3 - 2 1. ഓക്കെ, 1 കൂടി അല്ലെ? 2 1 കൂടിയപ്പോഴല്ലേ 3 ആയത്. ഓക്കെ, ഇനി ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ്, 6 - 4.
6 - 4 എത്രയാണ്? 2. ഇവിടെയും സെയിം ആയിട്ട് തന്നെ വന്നില്ലേടാ? എക്സ് എത്രയാണോ കൂടിയത് 1 ആണ്, 1ന്റെ ഇരട്ടി, അതായത് 2 ആണ് എന്ത് കൂടിയത്? വൈ ആഡ് ചെയ്തത്. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെയും നമുക്ക് സെയിം ആയിട്ട് തന്നെ വന്നു, ഡബിൾ ആണ്. ഇപ്പോൾ തന്നെ നമുക്ക് ആൻസർ വന്നു കഴിഞ്ഞു. നമുക്ക് എ സി കൂടി ഒന്ന് കണ്ടുപിടിച്ചേക്കാം. ഓക്കെ ആണോ? ഓക്കെ, എ സി കൂടി ഒന്ന് കണ്ടുപിടിച്ചേക്കാം. അപ്പോൾ ദാ എ സിയുടെ ചേഞ്ച് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നു. ഇപ്പോൾ ഓൾറെഡി നമുക്ക് ആൻസർ വന്നു കഴിഞ്ഞു കേട്ടോ. എ എന്ന് പറയുന്ന കോർഡിനേറ്റ് 1, 2 ആൻഡ് കാണാൻ പറ്റുന്നില്ലേ? സി എന്ന് പറയുന്ന കോർഡിനേറ്റ് 3, 6. ഇത് കൂടി ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ്, ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ്. എക്സിന്റെ ചേഞ്ച് എത്രയാണ്? 3 - 1. 3 - 1 എത്രയാണ്? 2. ഇനി ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ്, വൈയുടെ വ്യത്യാസം നോക്കാം. 6 - 2, 6 - 2 എത്രയാണ്? 4. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും പെട്ടെന്ന് നോക്കുമ്പോൾ മിസ്സേ അപ്പോൾ ഇത് ശരിയായിട്ട് വന്നില്ലല്ലോ, നേരത്തെ രണ്ടുപേരും 1, 2, 1, 2, പക്ഷെ ഇവിടെ 2, 4 അല്ലേ വന്നതെന്ന്. ശ്രദ്ധിച്ച് നോക്കിക്കേടാ, എക്സ് 2 ആണെങ്കിൽ അവൻ്റെ ഇരട്ടി, അതായത് സെയിം തന്നെയല്ലേ വൈ കൂടിയിരിക്കുന്നത്, അങ്ങനെ വരുള്ളൂ. ഓൾറെഡി നമുക്ക് ആൻസർ വന്നു കഴിഞ്ഞല്ലേ? എന്താണ് ഇവിടെ? എക്സ് എത്രയാണോ കൂടിയത് 2 കൂടിയപ്പോൾ 2ന്റെ ഇരട്ടി 4 വൈ കൂടി. ഇവിടെ എക്സ് 1 ആണ് കൂടിയത്, 1ന്റെ ഇരട്ടി 2 വൈ കൂടി. ഇവിടെയും സെയിം തന്നെ, എക്സ് 1 കൂടിയപ്പോൾ അവന്റെ ഇരട്ടിയാണ് 2 കൂടിയത് അല്ലെ? അപ്പോൾ ചേഞ്ച് ഇൻ എക്സും ചേഞ്ച് ഇൻ വൈയും ഒരേ സ്കെയിലിലാണല്ലേ, ഒരേപോലെയാണ്. എക്സ് എത്രയാണോ കൂടുന്നത് അതിന്റെ ഇരട്ടിയാണ് വൈയുടെ ചേഞ്ച് വന്നിരിക്കുന്നത്. സോ നമുക്ക് എന്ത് പറയാം? ദി പോയിന്റ്സ് 1, 2, 2, 4, 3, 6 ലൈ ഓൺ ദി സെയിം ലൈൻ എന്ന് പറഞ്ഞ് ഡബിൾ അണ്ടർലൈൻ ചെയ്യുക. 3 മാർക്ക് നമുക്ക്, അല്ലെങ്കിൽ 2 മാർക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സെറ്റ് ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി ആ മാർക്ക് ഫുള്ളായിട്ട് കിട്ടണമെങ്കിൽ ഈ ഒരാളെ കൂടെ ഉണ്ടല്ലേ, അതായത് ഫൈൻഡ് ദി കോർഡിനേറ്റ് ഓഫ് 2 other points on the same line. ഇതേ ലൈനിലെ വേറെ 2 പോയിന്റ്സ് കൂടി കണ്ടുപിടിക്കണം. ആ ഒരു ആൻസർ കിട്ടിയ ആവേശത്തിൽ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഡബിൾ അണ്ടർലൈൻ ചെയ്ത് പോകരുതിട്ടാ. ഒന്ന് തിരിഞ്ഞൊന്ന് നോക്കണം ആ ക്വസ്റ്റിനെ. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എല്ലാം എഴുതി കഴിഞ്ഞു, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം, മാർക്ക് കളയരുതേ. ഓക്കെ, ഇനി നമ്മളോട് ഇതിലെ 2 ബിന്ദുക്കൾ, വേറെ 2 ബിന്ദുക്കൾ കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കറിയാലോ. നമുക്ക് നോക്കാം. ഇതിൽ ഇഷ്ടമുള്ളൊരു പോയിന്റ് എടുക്കാം. ഞാനിപ്പോൾ എ എന്ന് പറയുന്ന 1, 2 തന്നെ എടുത്തു. ഓക്കെ, ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1, 2 എ തന്നെ എടുക്കുന്നു. 1, 2. ഓക്കെ, എക്സ് എത്രയാണോ കൂട്ടുന്നത് അല്ലെ, എക്സ് എത്രയാണോ കൂടുന്നത് അതിൻ്റെ ഇരട്ടി വേണം വൈ കൂട്ടാൻ. നമുക്ക് ഇഷ്ടമുള്ളൊരു നമ്പർ അതിനകത്ത് നിന്ന് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ എക്സിൻ്റെ കൂടെ ഒരു 3 കൂട്ടിയാൽ വൈയുടെ കൂടെ അവൻ്റെ ഇരട്ടി എത്ര കൂട്ടണം? 6 കൂട്ടണം. 1 + 3 എത്രയാണ്? 4. 2 + 6 8. ഒരു പോയിന്റ് കിട്ടി. ഇനി ഒരെണ്ണം കൂടി കണ്ടുപിടിക്കാൻ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ 3, 6ൻ്റെ കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, 3, 6. 3ൻ്റെ കൂടെ ഞാനിപ്പോൾ ഒരു 1 കൂട്ടിയെന്ന് കരുതുക. 3ൻ്റെ കൂടെ എത്രയാണ്? 1 കൂട്ടിയാൽ 6ൻ്റെ കൂടെ എത്ര കൂട്ടണം? 2 കൂട്ടണം. സെയിം തന്നെ വന്നല്ലേ നമുക്ക്. 4, 8 ഓൾറെഡി കിട്ടിയാൽ നമുക്ക് വേറൊരു നമ്പർ കൂട്ടാം. ഒരു കാര്യം ചെയ്യാം, 2 കൂട്ടാം. ഓക്കെ, 3ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 6ൻ്റെ കൂടെ 4 കൂട്ടണം. അങ്ങനെയല്ലേ പഠിച്ചത്? എക്സ് എത്രയാണോ കൂട്ടുന്നത് അതിൻ്റെ ഡബിൾ ആയിരിക്കണം വൈ കൂട്ടേണ്ടത്. അപ്പോൾ എക്സ് 2 കൂട്ടിയാൽ വൈ അതിൻ്റെ ഇരട്ടി 4 കൂട്ടണം. 2 + 3 എത്രയാണ്? 5. 4 + 6 10. കണ്ടോ? ഇതുപോലെ നമുക്ക് എന്തോരം പോയിന്റ്സ് കണ്ടുപിടിക്കാം അതേ ലൈനിൽ. അപ്പോൾ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായോ? സെറ്റ് ആണല്ലോ? കുഴപ്പമില്ലല്ലോ? അപ്പോൾ ഒരു ലൈനിലെ 1ൽ കൂടുതൽ ബിന്ദുക്കൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യം ആ ലൈനിൽ തന്നിരിക്കുന്ന 2 പോയിന്റ്സിൻ്റെയും എക്സിൻ്റെ വ്യത്യാസം, വൈയുടെ വ്യത്യാസം, ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ്, ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് അവർ തമ്മിലുള്ള ബന്ധം നോക്കാം. ഓക്കെ, ചിലപ്പോൾ ഇരട്ടിയായിരിക്കും, പകുതിയായിരിക്കും, സെയിം നമ്പർ കൂട്ടുന്നതും കുറയ്ക്കുന്നതുമായിരിക്കാം, എങ്ങനെ വേണമെങ്കിലും വരാം. അപ്പോൾ അത് നോക്കിയിട്ട് ഇഷ്ടമുള്ളൊരു പോയിന്റ് എടുത്തിട്ട് അതേ രീതിയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ ലൈൻ മാത്ത് എന്ന് പറയുന്ന സെക്ഷനിലെ ഒരു കുഞ്ഞ് പ്രൂഫ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അതുകൂടി കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ നമുക്ക് അവസാനിപ്പിക്കാം. റെഡി? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണേ. എന്താണ് ഇവിടെ പറയുന്നത്? x1, x2, x3, etc. and y1, y2, y3, etc. ആർ ഇൻ അരിത്തമെറ്റിക്. ഓക്കെ, അതെല്ലാം ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, സമാന്തര ശ്രേണിയാണ്. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫിക്സഡ് നമ്പർ അല്ലെ, ഒരു പ്രത്യേക നമ്പർ ആഡ് ചെയ്ത് എഴുതുന്ന സീക്വൻസ് ആണ് അരിത്തമെറ്റിക് സീക്വൻസ്. അതിനൊരു പേരും പറയാമല്ലോ, എന്താണ്? കോമൺ ഡിഫറൻസ് അല്ലെ. കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോകുന്നതാണ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത്
ഈ 3 പോയിന്റ്സും ഒരേ വരയിലാണോ എന്ന് ചെക്ക് ചെയ്യണം. ഒരേ വരയിലാണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് അറിയാമല്ലോ. എന്ത് കണ്ടുപിടിച്ചാൽ മതി? അവർ തമ്മിലുള്ള ആ വ്യത്യാസം അല്ലെ, എക്സിന്റെ വ്യത്യാസം വൈയുടെ വ്യത്യാസം സെയിം ആണോ എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ ആണോ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. ആദ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് H1 H2 H3 എന്ന് പറയുന്നത് ഒരു സമാന്തര ശ്രേണിയാണ്, അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ, അതൊന്നും ഞാനൊന്ന് എഴുതിക്കോട്ടെ. H1 H2 H3 3 വന്നില്ലല്ലേ. ഓക്കെ, H3 എക്സെട്ര ഇവനൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ H2 മൈനസ് H1 H2 മൈനസ് H1 ചെയ്താലും H3 മൈനസ് H2 ചെയ്താലും കോമൺ ഡിഫറൻസ് തന്നെയല്ലേ വരുന്നത്, ഡി തന്നെയല്ലേ വരുന്നത്. ഓക്കെ ആണോ? സെറ്റാണോ? അപ്പോൾ ഇവന് നമുക്ക് D1 എന്ന് കൊടുക്കാം. ഓക്കെ ആണോ? സെറ്റാണോ? അല്ലെങ്കിൽ നമുക്ക് ഡീന്നോ വേറൊരു ലെറ്റർ കൊടുത്താലും മതി. നമുക്ക് ഒരു കാര്യം ചെയ്യും, ഇവന് ഡി എന്ന് കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് നോക്കാം. Y1, Y2, Y3, എക്സെട്ര. ഇവനും എന്ത് തന്നെയാണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, ഒരു സമാന്തര ശ്രേണിയാണ്. ഇവനും കോമൺ ഡിഫറൻസ് ഉണ്ടാവും അല്ലെ, പൊതുവ്യത്യാസം ഉണ്ടാകും. അതായത് Y2 മൈനസ് Y1 ചെയ്ത് കഴിഞ്ഞാലും Y3 മൈനസ് Y2 ചെയ്താലും കോമൺ ഡിഫറൻസ് തന്നെയാണ് വരുന്നത്. നേരത്തെ ഡി എന്ന് കൊടുത്തു, ഇവിടുത്തെ കോമൺ ഡിഫറൻസിന് വേണമെങ്കിൽ ഇ എന്ന് കൊടുക്കാം, അല്ല D1 D2 എന്ന് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ, ഒരു കുഴപ്പവുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ക്വസ്റ്റ്യനിലോട്ട് കടന്നാലോ? റെഡി ആണോ എല്ലാവരും? അപ്പോൾ മനസ്സിലായോ? അരിത്തമെറ്റിക് സീക്വൻസ് H1 H2 H3 എന്ന് പറയുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, സമാന്തര ശ്രേണിയാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ കോമൺ ഡിഫറൻസ് ഡി ആയിട്ട് എടുത്തു. രണ്ടാമത്തെ അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണി Y1 Y2 Y3 എക്സെട്ര. ഇവന്റെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം മിസ് എന്തായിട്ട് എടുത്തു? ഇ ആയിട്ടും എടുത്തു. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നതിലോട്ട് പോവാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളൊന്ന് നോക്കിയേക്കാം. H1 Y1 H2 Y2 H3 Y3 ഇവർ ഒരേ ലൈനിലാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് സ്വാഭാവികമായും നമ്മുടെ പേരായ ABC എന്ന് തന്നെ ഇവർക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ മിസ് ആ ഒരു ലൈൻ ഒന്ന് ജസ്റ്റ് വരയ്ക്കുന്നുണ്ട്, ലൈൻ ഒന്ന് വരച്ചേക്കാം. ഓക്കെ, ആൻഡ് ABC പേര് കൊടുക്കാം. A H1 Y1, B H2 Y2 ആൻഡ് C H3 Y3. ഓക്കെ, ഇനി നമുക്ക് ആദ്യം തന്നെ എന്ത് കണ്ടുപിടിക്കണം? എ ബിയുടെയും ബി സിയുടെയും ചേഞ്ച് കണ്ടുപിടിക്കണം. ഞാനിവിടെ എ സിയുടെ ചേഞ്ചിലോട്ട് പോകുന്നില്ല, ഓൾറെഡി അത് കണ്ടുപിടിക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ വരും കേട്ടോ. എ സിയുടെ ചേഞ്ചിലേക്ക് പോയി കഴിഞ്ഞാൽ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ടോപ്പിക് കൂടി ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. എ ബിയും ബി സിയുടെയും ചേഞ്ച് ഇൻ എക്സ് ആൻഡ് ചേഞ്ച് ഇൻ വൈ മാത്രമേ കണ്ടുപിടിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എ. ബി, എ എന്ന് പറയുന്ന കോർഡിനേറ്റ് H1 Y1 ആൻഡ് ബി എന്ന് പറയുന്ന കോർഡിനേറ്റ് H2 Y2. നല്ല ഭംഗിയിൽ ഇതുപോലെ എടുത്ത് നല്ല ഡീറ്റെയിൽ ചെയ്ത് എഴുതണം കേട്ടോ. ഓക്കെ, ഇനി ആദ്യം നമുക്ക് ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ്. ഓക്കെ, എന്ത് ചെയ്യണം? H2 മൈനസ് H1 H2 മൈനസ് H1. ഈ H2 മൈനസ് H1 നമ്മൾ ഡി എന്ന് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ അവിടെ ഡി എന്ന് എഴുതിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ, സെറ്റ് ആണല്ലോ. ഓക്കെ, ഇനി ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ്, ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ് എന്ത് ചെയ്യുക? Y2 മൈനസ് Y1, Y2 മൈനസ് Y1. ഈ Y2 മൈനസ് Y1നും നമ്മളൊരു ലെറ്റർ കൊടുത്തിട്ടുണ്ട് അല്ലേ, കോമൺ ഡിഫറൻസ് എന്താണ്? ഇ. ഓക്കെ, അപ്പോൾ ഇ എന്ന് കൊടുത്തു. ഓക്കെ, മിസ് വീണ്ടും വന്ന് D1 D2 എന്ന് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ, സെറ്റ് ആണല്ലോ. അപ്പോൾ എ ബിയുടെ കണ്ടുപിടിച്ചു, ഇത് തന്നെയാണോ, ഇവരുടെ വ്യത്യാസം തന്നെയാണോ ബി സി എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്തത് ബി H2 Y2 ആൻഡ് സി H3 Y3. ഓക്കെ, ഇവരുടെ എക്സിന്റെ ചേഞ്ചും വൈയുടെ ചേഞ്ചും കണ്ടുപിടിച്ചാലോ? ഓക്കെ, അപ്പോൾ എക്സിന്റെ വ്യത്യാസം ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ്, ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ് H3 മൈനസ് H2 H3 മൈനസ് H2. അതായത് H3 മൈനസ് H2 എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ഡി എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ, അപ്പോൾ നമുക്ക് ഡി എന്ന് എഴുതാലോ. ഓക്കെ, ഇനി ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ്, വൈയുടെ വ്യത്യാസം എത്രയാണ്? Y3 മൈനസ് Y2 Y3 മൈനസ് Y2. Y3 മൈനസ് Y2 എന്താണ്? ഈ അന്ന് നേരത്തെ തന്നെ എഴുതിയിട്ടുണ്ട് അല്ലേ, അപ്പോൾ ഈ എന്ന് കൊടുത്തു. ഇവിടെ നോക്കിക്കേ, എ ബിയുടെയും ബി സിയുടെയും ചേഞ്ച് ഇൻ എക്സ് ഡി, ഇവിടെയും ചേഞ്ച് ഇൻ എക്സ് ഡി തന്നെയല്ലേ വന്നിരിക്കുന്നത്. ഇനി ചേഞ്ച് ഇൻ വൈ, വൈയുടെ വ്യത്യാസം ഇവിടെ രണ്ടുപേരുടെയും സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതാ ഈ പോയിന്റ്സ് അല്ലേ,
the points with coordinate x1 y1 h2 y2 h3 y3 all lie on the same line. ഇവരെല്ലാവരും ഒരേ വരയിലാണ്. കഴിഞ്ഞു. സെറ്റാണല്ലോ, ക്ലിയർ ആണ്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമ്മുടെ ഒരു പോയിന്റ് തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരേ വരയിലാണോ, അല്ലെങ്കിൽ കുറച്ച് പോയിന്റ്സ് തന്നിട്ട് ഇവരെല്ലാവരും ഒരേ വരയിലാണോ ഒരേ ലൈനിലാണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഇതുപോലെ അവരുടെ എക്സിൻ്റെ ചേഞ്ചും വൈയുടെ ചേഞ്ചും എന്ന് നോക്കിയാൽ മതി. ഒരേപോലെ ആണോ എന്ന് നോക്കിയാൽ മതി. വേറൊരു കാര്യം കൂടി നോക്കിയാൽ നമുക്ക് കിട്ടും. ആ ടോപ്പിക്കിലേക്ക് നമ്മൾ വന്നിട്ടില്ല, അതാ വരാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൈൻ മാത്തിൻ്റെ സെക്ഷനിൽ ഇതേ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ആൻഡ് എക്സിൻ്റെ ചേഞ്ച് വൈയുടെ ചേഞ്ച് കണ്ടുപിടിക്കുക. ഇത് തന്നെയാണ് റേഷ്യോസിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനിയൊന്ന് മിസ് ഒന്ന് വെള്ളം കുടിച്ചോട്ടെ. നേരത്തെ നിങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടിയില്ല. അതിനുശേഷം നമ്മൾ ഇതാ അടുത്ത ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. എന്താണ്? സ്ലോപ്പ്, ചരിവ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ സ്ലോപ്പ് അഥവാ ചരിവ് നോക്കാം. ജസ്റ്റ് ഒരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ലോപ്പ് അഥവാ ചരിവ് എന്ന് പറയുന്ന ഏരിയ, ഇവനെ പഠിച്ചാലേ നമുക്ക് അടുത്ത ടോപ്പിക്കായ വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ഇക്വേഷൻ ഓഫ് ലൈൻ, വരയുടെ സമവാക്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ വെരി 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 ഇമ്പോർട്ടൻ്റ് ടോപ്പിക്, ശ്രദ്ധിച്ചിരിക്കുക. ഭയങ്കര സിമ്പിളാണേ. 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ലൈൻ തന്നിട്ടുണ്ട്. ഇവൻ്റെ ചരിവ് അഥവാ സ്ലോപ്പ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിലെ 2 പോയിന്റ്സ് ആണ് h1 y1 h2 y2. ഇവൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷനാണ് എന്താ? ചേഞ്ച് ഇൻ എക്സ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ വൈ. അതായത് എക്സിൻ്റെ ഡിഫറൻസ്, എക്സിൻ്റെ വ്യത്യാസം ആൻഡ് വൈയുടെ വ്യത്യാസം കണ്ടുപിടിക്കുക. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു വൈയുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ എക്സിൻ്റെ വ്യത്യാസം. ഡിഫറൻസ് ഇൻ വൈ ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ എക്സ്. അത്ര ഉള്ളൂടാ. y2 മൈനസ് y1 ബൈ h2 മൈനസ് h1. ഈ ഒരു ആളെയാണ് മിസ് ഇപ്പോൾ സെൻറ്റൻസിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയത്. അതായത് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ h2 മൈനസ് h1 ചെയ്താൽ മതി, സ്ലോപ്പായി. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചൂടോടൊരു ക്വസ്റ്റ്യൻ അങ്ങ് ചെയ്താലോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതാ നോക്കാം, 2 സബ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2 3 4 5. ഓക്കെ, ഇവൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം, ചരിവ് കണ്ടുപിടിക്കണം. എന്താണ് സ്ലോപ്പിൻ്റെ ഇക്വേഷൻ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. എന്താണ്? y2 മൈനസ് y1 ബൈ h2 മൈനസ് h1. അപ്പോൾ ഫസ്റ്റ് പോയിന്റിന് h1 y1 കൊടുക്കാം, സെക്കൻഡ് പോയിന്റിന് h2 y2 എന്നും കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാലോ? ഓക്കെ, സ്ലോപ്പ് അഥവാ ചരിവ്, സ്ലോപ്പ് ഇസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? y2 മൈനസ് y1 ബൈ h2 മൈനസ് h1. y2 y1 h2 h1 എല്ലാം ദാ ഇവിടെ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എത്ര നന്നായിട്ട് അറിയാം, എല്ലാം എന്താ ചെയ്യാൻ അറിയാം മിസ് എന്ന് പറഞ്ഞാലും ഒന്ന് ഇതുപോലെ ഒന്ന് എഴുതിയിട്ട് ചെയ്താൽ ഒരു കുഴപ്പവുമില്ല. കാരണം വളരെ സിമ്പിൾ, തെറ്റാൻ സാധ്യത കൂടുതലാണ്. എടുത്ത് എഴുതുമ്പോൾ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊന്നും ഇതുപോലെ എഴുതിയിട്ട് വേണം കേട്ടോ നിങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? y2 മൈനസ് y1 ബൈ h2 മൈനസ് h1. ഓക്കെ, അപ്പോൾ y2 എന്ന് പറയുന്നത് എത്രയാണ്? y2 5 മൈനസ് y1 എത്രയാണ്? 3 ഡിവൈഡഡ് ബൈ h2 മൈനസ് h1 4 മൈനസ് 2. ഓക്കെ ആണോ? യെസ്, അവിടെ സ്ഥലമില്ല, ഞാൻ ദാ ഇപ്പുറത്ത് എഴുതുന്നുണ്ട്. 5 മൈനസ് 3 എന്ന് പറയുന്നത് 2 ആൻഡ് 4 മൈനസ് 2 എന്ന് പറഞ്ഞാലും 2. 2 ബൈ 2 എത്ര വന്നു? സ്ലോപ്പ് 1 വന്നു. കഴിഞ്ഞു. സെറ്റല്ലേ? വലിയ പ്രശ്നമില്ലല്ലോ. പ്രശ്നക്കാരനല്ല, നല്ല ഫ്രണ്ട് ആക്കാൻ പറ്റുന്ന ഒരാളാണല്ലേ സ്ലോപ്പ്. എളുപ്പത്തിൽ അങ്ങ് കിട്ടി. അങ്ങനെ ഇതാ ഇവനെ അങ്ങ് ചെയ്താലോ? ഓക്കെ, 2 3 4 1. ഓക്കെ, 2 3 4 1 2 3 4 1. ഇപ്പോൾ മക്കൾ ഇതൊന്ന് കണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് കണക്ക് കൂട്ടിയ മിസ് ഇവിടെ എത്തുന്നതിന് മുൻപേ നിങ്ങളൊന്ന് കണ്ടുപിടിച്ചേ. ആദ്യത്തത് h1 y1, രണ്ടാമത്തത് h2 y2 എന്ന് കൊടുത്തു. സ്ലോപ്പ് ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തേക്കാം. y2 മൈനസ് y1 ബൈ h2 മൈനസ് x1. y2 എത്രയാണ്? 1 മൈനസ് y1 എത്രയാണ്? 3 ഡിവൈഡഡ് ബൈ h2 മൈനസ് h1 4 മൈനസ് 2. 1 മൈനസ് 3 മൈനസ് 2 ഡിവൈഡഡ് ബൈ 4 മൈനസ് 2 2 തന്നെയാണ് അല്ലേ? മൈനസ് 2 2 2 ബൈ 2 എന്ന് പറഞ്ഞാൽ 1 ഇവിടെ ഒരു മൈനസ് ഉണ്ട്. സോ ഉത്തരം -1. അതായത് ഈ വരയുടെ അല്ലെ ഈ 2 പോയിന്റ്സും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ലൈൻ കിട്ടും. ഈ ലൈൻ, ഈ വരയുടെ ചരിവ് എന്ന് പറയുന്നത്, സ്ലോപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? -1. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ സാധിക്കും. സെറ്റ് അല്ലേ? പക്കാ ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക്
അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? റെഡിയാണോ? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പഠിച്ചില്ലേ? എന്താണ്? 2 പോയിന്റ്സ്, 2 ബിന്ദുക്കൾ തന്നിട്ട് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷനിലേക്ക് കൊടുക്കുക. എന്താണ്? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 അല്ലെ? എന്താണ്? വൈയുടെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ എക്സിന്റെ ഡിഫറൻസ്. കഴിഞ്ഞു. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ മിസ് ഇത്ര ഇങ്ങനെയായിട്ട് പറയുന്നത്. നമുക്ക് ഇനിയിപ്പോൾ ഇക്വേഷൻ ഓഫ് ലൈനിൽ ഇവൻ വരുന്നുണ്ട്, ഇവൻ വേണം, ഇവൻ അത്യാവശ്യമാണ്. എന്തായാലും SSLCക്ക് വന്നിരിക്കും സ്ലോപ്പ്, കേട്ടോ? ഓക്കെ, ഇത്രയും മതിയല്ലേ ബിൽഡപ്പ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ 2.5. ഓക്കെ, ഇവിടെ ഓൾറെഡി ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. 2.5 എന്ന് പറയുന്ന ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ഈ ഒരു ലൈൻ പാസ് ചെയ്ത് പോകുന്നത് ഒരു ലൈൻ പാസ് ചെയ്ത് പോകുന്നത് 2.5 എന്ന് പറയുന്ന പോയിന്റിലാണ്. ആ ലൈനിന്റെ സ്ലോപ്പ് ചരിവ് നമുക്ക് തന്നിട്ടുണ്ട് -2.3 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി കോർഡിനേറ്റ് ഓഫ് അതർ 2 പോയിന്റ്സ് ഓൺ ദിസ് ലൈൻ. അതായത് വേറെ 2 പോയിന്റ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങളൊന്നും എടുത്ത് എഴുതിയേക്കാം. നമുക്ക് തന്നിട്ടുണ്ട് 2.5 എന്ന് പറയുന്ന പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ആൻഡ് സ്ലോപ്പിന്റെ ഇക്വേഷൻ, സ്ലോപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. സ്ലോപ്പ് എന്ന് പറയുന്നത് എത്രയാണെന്നടാ? -2/3 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2.5 എന്ന് പറയുന്നത് എക്സും വൈയും ആണ്. ഓക്കെ, സ്ലോപ്പിന്റെ ഇക്വേഷൻ നോക്കാം. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു എന്താണ്? വൈയുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ എക്സിന്റെ വ്യത്യാസം. ഓക്കെ, അതായത് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ഇത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. -2/3. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എടാ ഭയങ്കര എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അതായത് y2 മൈനസ് y1, വൈയുടെ വ്യത്യാസമാണ് ഈ തന്നിരിക്കുന്ന -2. x2 മൈനസ് x1, എക്സിൻ്റെ വ്യത്യാസമാണ് ഈ തന്നിരിക്കുന്ന എന്ത്? എക്സിൻ്റെ വാല്യൂ ആണ് ഈ തന്നിരിക്കുന്ന 3. ഓക്കെ ആണോ? ഡയറക്റ്റ് നമുക്ക് ആൻസർ എഴുതി കൊടുക്കാം. ഇത്രേ ഉള്ളൂ. മിസ് എഴുതാം. എക്സ് എന്ന് പറയുന്നത് എക്സ് എത്രയായിരുന്നു? 2. 2ൻ്റെ കൂടെ എത്ര കൂട്ടണം? 3 കൂട്ടണം. സോ 5 കിട്ടി. ക്ലിയർ ആണ്? അടുത്തത് വൈ എന്ന് പറയുന്നത് എത്രയാണ്? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 5. ഈ 5ൻ്റെ കൂടെ വൈ എത്ര കൂട്ടണം? -2 കൂട്ടണം. അതായത് 5 - 2 എത്ര വന്നു? 3. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 5, വൈ എന്ന് പറയുന്നത് 3. ഒരു പോയിന്റ് കിട്ടിയില്ലേ? XY എന്ന് പറയുന്ന പോയിന്റ് എത്രയാണ്? 5/3. എങ്ങനെയുണ്ട്? സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? ഒന്നുകൂടി മിസ് ഒന്ന് പറഞ്ഞു തരട്ടെ. ഓക്കെ, റെഡിയാണോ? ഇത്രേ ഉള്ളൂ. നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു പോയിന്റ് തന്നിട്ടുണ്ട് 2.5. ഒരു ലൈൻ ഉണ്ട്, ഒരു വരയുണ്ട്. ആ വരയിലെ ഒരു പോയിന്റാണ് 2.5. ആ വരയുടെ സ്ലോപ്പ് ചരിവ് തന്നിട്ടുണ്ട് -2.3. ഓക്കെ, നമുക്ക് നേരെ ചരിവിൻ്റെ ഇക്വേഷൻ, സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എഴുതുന്നു. y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. അതാണ് ഈ തന്നിരിക്കുന്ന -2.3. അതായത് y2 മൈനസ് y1 ഇസ് ഈക്വൽ ടു എന്താ? ഇത് നേരെ കിടക്കുന്നത് -2. x2 മൈനസ് x1 അതിൻ്റെ നേരെ കിടക്കുന്നത് എന്താണ്? 3. അതായത് ഈ എക്സ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 2. ഈ 2ൻ്റെ കൂടെ എക്സിൻ്റെ ചേഞ്ച് എത്രയാണ്? എക്സിൻ്റെ ചേഞ്ച് 3 അല്ലേ? 3 കൂട്ടണം. നമ്മൾ നേരത്തെ ചെയ്തില്ലേ? ചേഞ്ച് ഇൻ എക്സ് കൂട്ടുന്നു, ചേഞ്ച് ഇൻ വൈ കൂട്ടുന്നു, കുറയ്ക്കുന്നു എന്ന് പഠിച്ചില്ലേ? സെയിം തന്നെ. ഇനി വൈ കണ്ടുപിടിക്കണം. ഈ വൈ ഇല്ലേടാ 5 ഉണ്ടായിരുന്നു. ആ y2 മൈനസ് y1 ഇവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് -2 ആണ്. അപ്പം -2 എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പോൾ ഇവിടെ കൂട്ടുമ്പോൾ പ്ലസും മൈനസ് എന്തായി പോയി? മൈനസ് ആയിപ്പോയി. 3 വന്നു. ആ 2 പോയിന്റ്സ് ആണ് നമ്മുടെ പോയിന്റ്സ്. അത്രേ ഉള്ളൂ. സെറ്റാണോ? ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റ് അല്ലെ, ഈ ഒരു ലൈനിലെ വേറെ 2 പോയിന്റ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വേറെ 2 പോയിന്റ്സ് ഇതേ ഒരു മെത്തേഡിൽ ചെയ്യാലോ. നമുക്കിപ്പോൾ കിട്ടിയ പോയിന്റ് എത്രയാണ്? 5/3. ഓക്കെ, 5/3. ഇത് എക്സിൻ്റെ വാല്യൂ, ഇത് വൈയുടെ വാല്യൂ അല്ലേ? 5/3 എന്ന് പറഞ്ഞാൽ x/y. ഇനി സ്ലോപ്പ് ചരിവ് നമുക്കറിയാം. എത്രയാണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ, -2/3. അതായത് ഇത് വൈയുടെ ചേഞ്ച് ആണ്, ഇത് എക്സിൻ്റെ ചേഞ്ച് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, എക്സ് കണ്ടുപിടിക്കാം. 5 ആണല്ലേ എക്സ്? 5ൻ്റെ കൂടെ എക്സിൻ്റെ ചേഞ്ചായ 3 കൂട്ടണം. എത്ര വന്നു? 8. ഇനി വൈ കണ്ടുപിടിക്കണം. വൈ എന്ന് പറയുന്നത് 3. 3ൻ്റെ കൂടെ വൈയുടെ ചേഞ്ചായ -2 കൂട്ടണം. അതായത് 3 മൈനസ് എത്രയാണ്? 2. പ്ലസും മൈനസും അടുത്തടുത്ത് വന്നപ്പോൾ മൈനസായി. 3 - 2 1. സോ നമ്മുടെ XY വേറൊരു പോയിന്റ് കിട്ടി. എത്രയാണ്? 8/1. ക്ലിയർ ആണോ? ഇനി വീണ്ടും ഈ 8/1ൻ്റെ കൂടെ അല്ലേ, 8ൻ്റെ കൂടെ എത്ര കൂട്ടണം? 3 കൂട്ടണം. 1ൻ്റെ കൂടെ -2 കൂട്ടണം.
ഓക്കെ, അതായത് നമ്മളിപ്പോൾ ചെയ്തതിനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമുക്ക് എത്ര പോയിന്റ്സ് വേണമെങ്കിലും ഈ ഒരു വരയിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ, സെറ്റാണല്ലോ. ഓക്കെ, അപ്പോൾ ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വര എടുത്തത് മനസ്സിലായോ? സെറ്റാണോ? എന്തൊക്കെയാണ് ഇന്ന് പഠിച്ചത്? ലൈൻ മാത്ത്, ചേഞ്ച് ഇൻ എക്സ്, ചേഞ്ച് ഇൻ വൈ കണ്ടുപിടിച്ചിട്ട് അതേ ലൈനിലെ ഓരോ പോയിന്റ്സും കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചു. അതുപോലെ സ്ലോപ്പ് വളരെ ഇമ്പോർട്ടൻറ്റ്, വൈയുടെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ എക്സിൻ്റെ ഡിഫറൻസ്, വൈയുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ എക്സിൻ്റെ വ്യത്യാസം. അതായത് ഇക്വേഷൻ എന്താണ്? y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ആൻഡ് ഇവരെല്ലാവരും വേറെ മെത്തേഡ്സ് ഒക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഫുള്ള് കഴിയുമ്പോൾ നിങ്ങൾക്ക് പല പല മെത്തേഡ്സ് ഉള്ളിലേക്ക് വരും. അയ്യോ ഇതിങ്ങനെ കണ്ടുപിടിക്കാമല്ലോ അല്ലേ, ഈ മെത്തേഡിൽ കണ്ടുപിടിക്കാമല്ലോ, എല്ലാം ശരി തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ജോമെട്രി ആൻഡ് ഓൾജിബ്ര, ജ്യാമിതിയും ബീജഗണിതം എന്ന് പറയുന്ന പാഠത്തിലെ പാരലലോഗ്രാം, പിന്നെ ആരാണ് പാരലലോഗ്രാം, മിഡ് പോയിന്റ് മധ്യബിന്ദു, റേഷ്യോസ് അംശബന്ധം, ഇപ്പോൾ ലൈൻ മാത്ത്, സ്ലോപ്പ് ചരിവ്, ഈ 5 ടോപ്പിക്സും കവർ ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി അടുത്ത ക്ലാസ് ആയിട്ട് മിസ് വരുന്നത്, അതും വളരെ ഇമ്പോർട്ടൻറ്റ്, ഒട്ടും മിസ് ഔട്ട് ആക്കരുത്, ഇക്വേഷൻ ഓഫ് ലൈൻ, ഇക്വേഷൻ ഓഫ് സർക്കിൾ, വരയുടെ സമവാക്യം, അതുപോലെ തന്നെ വൃത്തത്തിന്റെ സമവാക്യം ഉറപ്പായും ചോദ്യം ഉണ്ടാകും. അപ്പോൾ അതായിട്ട് നമുക്ക് അടുത്ത ആ ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ആൻഡ് ഇന്ന് ഞാൻ സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്കിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇതുപോലെ ചെയ്യാനുണ്ട്, നിങ്ങൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ടഫ്നെസ് ഒക്കെ തോന്നും, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് തനിയെ ചെയ്യാനായിട്ട് വരും, അത് അങ്ങനെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ഒരു ചാപ്റ്ററിൽ. അതെല്ലാം നന്നായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്യാം, ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. വർക്കൗട്ട് ചെയ്തോളൂ, ഉറപ്പായിട്ടും നമുക്ക് പറ്റും. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കാം. നമുക്കപ്പോൾ അടുത്ത ക്ലാസ് ആയിട്ടല്ല, ഇക്വേഷൻ ഓഫ് ലൈനും ഇക്വേഷൻ ഓഫ് സർക്കിൾ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പോൾ ബൈ, താങ്ക് യു.